സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ വന്നിരിക്കുക. അധികം ഒന്നും വലിച്ചു നീട്ടാതെ വളച്ചൊടിക്കാതെ പറയാം, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം കളങ്കാവൽ സിനിമ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടി അതിൽ ഏത് റോളിലാണ് വരുന്നത്, അതിൽ മമ്മൂട്ടി വില്ലനാണോ നായകനാണോ, ഏത് കഥാപാത്രമാണോ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും നെഗറ്റീവ് റോളാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നിറയുകയും മമ്മൂട്ടിയുടെ ഒരു സിഗരറ്റ് ഇങ്ങനെ ചുണ്ടിലിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചുണ്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ കേട്ടോ. വേറെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആ ഒരൊറ്റ സ്റ്റില്ലിൽ അല്ലെങ്കിൽ ആ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മമ്മൂട്ടി ഇതിലെന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഹോർത്തൂസ് എന്ന് പറയുന്ന, അതായത് മമ്മൂട്ടി ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് തനിക്ക് മമ്മൂട്ടി എന്ന് പേരിട്ട ഒരാളെ സ്റ്റേജിലേക്ക് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതും അയാളെ എല്ലാവർക്കും മുൻപിൽ കാണിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് മമ്മൂട്ടിയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അസുഖബാധിതമായതുകൊണ്ട് തന്നെ, വലിയ രീതിയിൽ അസുഖം മമ്മൂട്ടിയെ ബാധിച്ചത് കൊണ്ട് തന്നെ മമ്മൂക്ക കേരളത്തിലില്ലായിരുന്നു, മമ്മൂക്ക ചികിത്സയിലായിരുന്നു. അങ്ങനെ മമ്മൂക്ക ചികിത്സയൊക്കെ കഴിഞ്ഞ് പിന്നീട് നീണ്ട 8 മാസം അല്ലെങ്കിൽ 9 മാസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് വരികയും പിന്നീട് അതിനുശേഷം മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മറ്റുള്ള പാർട്ടിയിലുള്ള, അതായത് സംഘിമിത്രങ്ങളുടെ കൂടെ നടക്കുന്ന കുറേ ആളുകളൊക്കെ കാണിച്ചത്. അത് മമ്മൂട്ടിയെ മാത്രമല്ല എഫക്ട് ചെയ്തത്, മമ്മൂട്ടിയുടെ മകനെയും ഒക്കെ എഫക്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എഫക്ട് ചെയ്യുമെന്ന് ഇവന്മാർ വിചാരിച്ചത്. എന്നിട്ട് ആരെയാണ് എഫക്ട് ചെയ്തത്? ശരിക്കും അത് സംഘികൾക്ക് തന്നെയാണ് ഇട്ട് കിട്ടിയത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കളങ്കാവലിനെ പറ്റി പറഞ്ഞു വന്നിട്ട് നേരെ വ്യതിചലിച്ച് ആ സംഘികൾക്കിടയിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ചമർത്താമെന്ന് വിചാരിച്ചവന്മാരുടെ മുൻപിൽ വീണ്ടും തീയായി വളർന്നുകൊണ്ടിരിക്കണം മമ്മൂട്ടി. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ മമ്മൂട്ടിയുടെ പേരിൽ വന്നു. ഈ ഒരു പ്രായത്തിൽ മമ്മൂട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. ഒരു മുസൽമാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടും മമ്മൂക്കയുടെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിന് ഈ വാലിബനിൽ മോഹൻലാൽ പോയി കിടന്നതുപോലെ 100-150 ദിവസം ഒന്നും മണലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തണലിലിരുന്നാലും നമുക്ക് ജയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് മമ്മൂട്ടി കാണിച്ചു തരുന്നത്. അപ്പം മമ്മൂട്ടി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനാണോ നായകനാണോ എന്നറിയാത്തൊരു കഥാപാത്രമാണ് നമ്മുടെ വിനായകൻ. നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപെല്ലാം തുടർച്ചയായിട്ട് നമ്മൾ വിനായകനെ പറ്റി വീഡിയോ ചെയ്തതാണ്. എന്താണ് നമ്മൾ ചെയ്തത്? വിനായകൻ എന്ന് പറയുന്നവൻ ഒരു ജാതി കാർഡ് ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ കിടന്ന്, ഞാൻ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനാണ്, എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ദളിതരുടെ ആ ഒരു പ്രിവിലേജ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു പ്രിവിലേജ് ആക്കി കണ്ടുകൊണ്ട് വിനായകൻ കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. എന്തുകൊണ്ടാണ്? അയാൾ അങ്ങനത്തെ രീതിയിൽ സമൂഹങ്ങളിൽ ഇറങ്ങിക്കിടന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ വിനായകന്റെ അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. അതായത് സിനിമയെ പറ്റി മാത്രമല്ല അവർ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വിനായകനെ വെച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ കാണുന്നത്. നോർമലി ഞാൻ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്, വിനായകൻ്റെ അടുത്ത് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിനായകൻ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വിനായകൻ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് നിന്നുകൊണ്ട്, കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും സ്ഫുടവുമായിട്ടൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും പിന്നെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, മമ്മൂട്ടി ആ സിനിമയിലേക്ക് മമ്മൂട്ടി വരാനുണ്ടായ കാരണങ്ങളും മമ്മൂട്ടി അതിൽ ഏത് റോളാണ് എന്താണെന്നൊക്കെ ഉള്ളതുമായിട്ടുള്ള ഈ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ തന്നെ വന്നിരിക്കുന്ന വീഡിയോസും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നീട് ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, അത് റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റി നിർത്താം, നടൻ എന്ന നിലയിൽ വിനായകൻ വളരെ അച്ചടക്കമുള്ള വ്യക്തി എന്ന് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യത്തിനെയാണ് നമ്മുടെ റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനായകനെ അയാളുടെ ദളിതനാണോ, അയാളുടെ നിറം ഇരുണ്ടതാണോ, അയാൾ ഒരു പിന്നോക്ക വിഭാഗത്തിൽ പെട്ടതാണോ എന്നൊന്നും നോക്കാതെ മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി തൻ്റെ സിനിമയിലേക്ക് വിളിക്കുകയും, നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾ നടനെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ തന്നെ പാടാണ്. അതൊരു ജിന്നാണ് സുഹൃത്തുക്കളെ. കാരണം അദ്ദേഹത്തിൻ്റെ മുൻപിൽ കഥയുമായിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അവരെ മടക്കി അയക്കാറില്ല, വിഷമിപ്പിച്ച് അയക്കാറില്ല. കഥ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് പണം കിട്ടുമെന്നല്ല, ആളുടെ ആ ഒരു കലയിൽ ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളത് അക്സെപ്റ്റ് ചെയ്യും. ആ വന്ന് മുന്നിലിരിക്കുന്ന ആളുടെ ആ ഒരു വിൻറ്റേജ് നോക്കിയിട്ടല്ല, വിൻറ്റേജ് എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല മമ്മൂട്ടി വിലയിരുത്തുന്നത്. മമ്മൂട്ടി തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് ആരോ തൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ വേണ്ടിയല്ല, തന്നെ വെച്ചുകൊണ്ടൊരു കഥാപാത്രത്തിനെ കണ്ടുകൊണ്ടൊരു കഥ എഴുതിയ ഒരാളാണ് മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഞാൻ തന്നെ വേണം. അങ്ങനെയെങ്കിൽ ആ പടം ഞാൻ അഭിനയിക്കും. അത് പുതുമുഖം, അല്ലെങ്കിൽ അത് ഈ പറയുന്ന പുതിയ ആളുകളാണ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ പുതിയ ആളുകളാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പുതിയ ആളുകളാണ്, അങ്ങനെയൊന്നും ഉള്ളതൊരു വിഷയമല്ല. കഥ നല്ലതാണ്,
എങ്കിൽ ഞാൻ അഭിനയിക്കും, അവർക്ക് ഒരു അവസരം കിട്ടട്ടെ എന്നാണ് മമ്മൂട്ടി വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ സിനിമയൊക്കെ നമുക്കറിയാം, ഏതോ പന്ന ബാറോസ് പോലുള്ള ഒരുപാട് അഴുക്ക സിനിമയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അദ്ദേഹം ഒരു ഡേറ്റ് കൊടുത്ത് അഭിനയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പണത്തിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറെ വിനോദത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനും കോപ്പം ഒന്നുമില്ല, കുട്ടികൾക്ക് പോലും സന്തോഷിക്കാനൊന്നുമില്ല. ഒരു തടിയുള്ള ഒരാൾ കടലിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്നു, ഇങ്ങനെ വലിയ കയറി മുകളിലോട്ട് പോകുന്ന എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്, പാമ്പിടിച്ച മനുഷ്യനെ ഇട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ വിനായകനെ ചേർത്ത് പിടിച്ചൊരു മമ്മൂട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ കേരളത്തിലുള്ള കുറേ ഈ പറയുന്ന നവോത്ഥാന നായകന്മാരാണെന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ജാതി ഒന്നും നമ്മുടെ നാട്ടിലില്ല, ഈ ജാതിയൊക്കെ വെറുതെ ഉണ്ടാക്കിയൊരു ജാതിയെ പറ്റിയൊക്കെ വെറുതെ എല്ലാവരും പറയുന്നതാണ്, വേടനാണ് ജാതി ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള മച്ചാന്മാരൊക്കെ ഇതൊന്ന് കാണണം. അല്ല അങ്ങനെയൊക്കെയുള്ള ഗോമൂത്ര സംഖ്യകൾ ഇതൊക്കെ ഒന്ന് കാണണം. കാരണം ഇത് ഒരു ചേർത്ത് പിടിക്കലാണ്, ഇതൊരു കരുതലാണ്. അതൊരു ദളിതനെന്ന് കണ്ടിട്ടല്ല, ഒരു മനുഷ്യനെ കണ്ടിട്ടാണ്. വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ മനസ്സിനെ കണ്ടിട്ട് തന്നെയാണ് മമ്മൂട്ടി ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ കുരു പൊട്ടാൻ ഇനി എത്ര പേരുണ്ടാവും? ആർക്കും പൊട്ടില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അയാളുടെ സിനിമയിലേക്ക് ഒരു പ്രധാന കഥാപാത്രമായിട്ട് അല്ലെ വില്ലനായിട്ട് വിനായകനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മമ്മൂട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് വിനായകൻ പറയുന്നതെന്നും വിനായകൻ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇതുപോലെ പ്രതികരിക്കുന്നതെന്നും, അതായത് ഈ സമൂഹത്തിൽ ഇറങ്ങിക്കിടന്നുകൊണ്ട് ചീത്ത വിളിക്കുന്നു, പോലീസുകാരെ അടിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും വിനായകൻ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നേരെ മമ്മൂക്കയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന്, റിപ്പോർട്ടർ ചാനൽ എന്താണ് വന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നേരെ പോവാം, വിനായകൻ എന്താണ് പറയാനുള്ളത്, എന്താണ് വിനായകൻ എന്നുള്ളൊരു നല്ലൊരു ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് പോകാം. ഞാൻ ചേട്ടാ, ഒരു 30 വർഷത്തെ സിനിമാ ജീവിതം, ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേൾക്കും, സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, ഞങ്ങൾ പല കഥാപാത്രങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ മറുപകുതിയിലുള്ളത് മമ്മൂക്കയാണ്. മമ്മൂക്കയോടൊപ്പം ഇങ്ങനെ ഒരു ത്രാസിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന പോലെ ഒരു കഥാപാത്രം. ഈ കഥ ഞാൻ ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ പോകാറില്ല. ഇത് സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ഒരു മൂവിയാണ്. കഥ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, 2 ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള അധികാരവും ഇല്ല. കാരണം ഇതൊരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ പോയിന്റ് ബൈ പോയിന്റ് എഴുതിയിരിക്കണം. അപ്പോൾ ഒന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ കഥ എനിക്ക് ഇഷ്ടം, ഒന്നും പറയാനില്ല. നമുക്ക് എന്ത് പറയാനാ. എന്തായാലും നമുക്ക് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കൂടെ ഒരു സഹനടൻ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു ത്രാസിൽ തൂക്കുന്ന പോലെ, ബാലൻസിങ് പോലെ ഒരു പരിപാടിയാണ് കളങ്കാവിൽ ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 2 ക്യാരക്ടറാണ്. പിന്നെ ഇത്രയും വലിയൊരു പടമൊക്കെ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് എന്നൊക്കെ ചെയ്യാൻ 2 ക്യാരക്ടറാണ് മെയിനിൽ നിൽക്കുന്നത്. ഒന്ന് ഞാനും ഒന്ന് സാറും. അപ്പോൾ അതൊക്കെ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഞാൻ അറിഞ്ഞത് ഈ കഥാപാത്രം കണ്ടില്ലേ ഈ ഇന്റർവ്യൂവിൽ ഞാൻ ഇടക്കേറി ബുദ്ധിമുട്ടിപ്പിച്ചല്ല, ഈ ഇന്റർവ്യൂവിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. വിനായകന്റെ ആ ഒരു സംസാരത്തിലും വിനായകന്റെ പെരുമാറ്റത്തിലും എല്ലാം വിനായകൻ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് ഒരു അപകർഷതാബോധമുണ്ട്, അത് അയാൾ തന്നെ പറയുന്നുണ്ട്. അതായത് എനിക്ക് എല്ലാവരെയും ഇങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് എല്ലാവരും കാണുന്നത് ഇഷ്ടമാണ്, എന്നെ എല്ലാവരും സ്നേഹിക്കുന്ന, എന്നെ കാണാൻ വേണ്ടി ആളുകൾ വരുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവരോടൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ല എനിക്ക് അവരോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിരുവിട്ട സംസാരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എന്നെപ്പറ്റി ഒരുപാട് വീഡിയോസ് അല്ല എന്നെപ്പറ്റി ഒരുപാട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നത്. ഇതൊന്നും എൻ്റെ തെറ്റുകൊണ്ടല്ല, അല്ലെ എൻ്റെ മനസ്സിൽ എൻ്റെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എൻ്റെ ബുദ്ധിമുട്ടുകളാണ്, അല്ലെ എൻ്റെ ഒരു കഴിവുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ തന്നെ പറയുന്നുണ്ട്, എടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിനായകൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം മമ്മൂട്ടി തന്നെയായിരിക്കും. മമ്മൂട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ മൂത്തവൻ, അല്ലെ മലയാള സിനിമയുടെ സ്വത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റ രീതികൾ കണ്ടിട്ടോ, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ കണ്ടിട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഒരു പെരുമാറ്റം കണ്ടിട്ടോ ഒക്കെ ആയിരിക്കണം വിനായകൻ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചും ഈ രീതിയിൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അവരോട് ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന ആളുകളോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പം നേരെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ലാൻചേട്ടന് വേണ്ടി തന്നത് അല്ലെങ്കിൽ ആ സജഷൻ കെയിം ഫ്രം മമ്മൂക്ക. അപ്പം അതൊരു സമ്മാനം തന്നെയാണല്ലേ. വലിയ വാക്കാണ് അത്, അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. മമ്മൂക്ക തന്നെ പറയുന്നത് വിനായകനെ വെച്ച് ചെയ്യിക്കുക, ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം, നായകനാണോ വില്ലനാണോ, വാട്ട് ഈസ് ദ ഡൈനാമിക്സ് എന്നുള്ളതാണ്. അത് പറയണമെന്നോ പറയാതിരിക്കണമെന്നോ ഉള്ളൊരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. 2 പേർക്കും അത്യാവശ്യം സ്വഭാവം രണ്ടും ഒന്നാണ്. 2 പേരുടെയും സ്വഭാവം എന്നൊക്കെ തന്നെ. പുള്ളിക്ക് മറ്റേ സാർ ചെയ്യുന്ന ക്യാരക്ടറിന് സാറിൻ്റെതായ സത്യങ്ങളുണ്ട്, ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എൻ്റെതായ സത്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു സിസ്റ്റത്തിൻ്റെ ആളാണ്, മറ്റേതൊരു ഫ്രീഡത്തിൻ്റെ എക്സ്ട്രീം വേരിയേഷനാണ് സാർ. അപ്പം അങ്ങനെ 2 ക്യാരക്ടർ അങ്ങനെ പറയാം. അതാണത്, ഇവിടെ നിന്ന് അവിടെ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്ന്, അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പവർ ഡൈനാമിക്സ് ആണ് സിനിമയിലുടനീളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ വിചാരിക്കുന്നു.
കണ്ടില്ലേ, ഇതിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വിനായകൻ പറയുന്നുണ്ട്. അയാളുടെ ഭാഗത്തെ തെറ്റല്ല, അതായത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഈ ആൾക്കൂട്ടം വരുമ്പോൾ അയാൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 പേര് അയാളെ തിരിച്ചെന്തെങ്കിലും പറയും, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ തിരിച്ച് മറുപടിയും പറയും. അത് അയാളുടെ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, അറിയാതെയാണെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് അങ്ങനെ വെറുതെ എന്തിനാണ് ഒരു കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സിനിമകളുടെ പ്രൊമോഷൻസിനൊന്നും വരാത്തതെന്നാണ് വിനായകൻ പറയുന്നത്. അപ്പോൾ ഇനി ഇതിന് ശേഷം വിനായകൻ മമ്മൂട്ടിയെ പറ്റി, അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മമ്മൂക്ക വന്നതോടെ ലൊക്കേഷൻ പാർട്ടി മൂടായി, വിനായകനോട് ഇപ്പോൾ എല്ലാവർക്കും സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ സ്നേഹം വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ്യേഷ്ഠ തുല്യനായിട്ട് കാണുന്ന, അല്ലെ ജ്യേഷ്ഠനെ പോലെ വിനായകൻ കാണുന്ന, വിനായകനെ അനിയനെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ, ഒരു ജാതിയോ മതമോ ഒന്നുമില്ലാത്ത മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുന്ന, മനുഷ്യനോട് മനുഷ്യത്വമുള്ളൊരു മനുഷ്യനെ തന്നെയാണ് മമ്മൂട്ടിയിൽ കൂടി നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വിനായകൻ അവിടെ പറയുന്നത് കണ്ടു നോക്കാം. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, വിനായകനെ കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ്. ആ ഒരു ഓണസ്റ്റി കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇവിടെ മലയാള സിനിമയിൽ തുടരുന്നത് എന്നുള്ളൊരു സാധനമാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു ആക്ടർ വിനായകൻ സത്യസന്ധനായ നടനാണെന്ന് അഭിനന്ദിക്കുമ്പോൾ വിനായകൻ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല, കാരണം ഞാൻ പുള്ളിയുടെ അത്ര ക്ലോസ് ആണ്, വെൽ കണക്റ്റഡ് ആണ്. ലൈക്ക് സംസാരിക്കാറൊന്നുമില്ല ഞാൻ പുള്ളിയായിട്ടൊന്നും. ഞാൻ പുള്ളിയുടെ അടുത്ത് പോലും പോകാറില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. ഹി ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് വാട്ട് ഒറ, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചു നമുക്ക് അടുത്തൊന്ന് പോയി ഇരിക്കണം. പുള്ളി അപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ ഇരുത്തും, ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഓടിക്കണം. അത് പറ്റില്ല, അത് എനർജി ഫ്രീക്വൻസി പറ്റില്ല എനിക്ക്. അതാണ് ഞാൻ മമ്മൂക്കയുടെ മുമ്പിൽ ഇരിക്കില്ല, ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? നമുക്ക് കാണാനുള്ള അവസരങ്ങളില്ലല്ലോ. അതാണ് അവസരം. ഞാൻ ഒരു ദിവസം ഞാൻ മമ്മൂക്കായിട്ട് പറയാം, നിങ്ങളെ വിളിച്ചിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഹി ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് ഓറ, അത്ര ഓറയാണ് പുള്ളിയുടെ കയ്യിൽ. ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഡോർ പോലും തുറക്കാൻ പറ്റില്ല. അതാണ് മമ്മൂക്ക. ഓക്കെ, കണ്ടില്ലേ, ഇതിൽ വിനായകൻ പറയുന്നത് അയാൾ മമ്മൂട്ടിയുടെ അടുത്ത്, അതായത് മമ്മൂട്ടിയുടെ ഒപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് മമ്മൂട്ടി പിടിച്ചടുത്തിരുത്തുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഓറ പോലെ, എന്തോ ഒരു പ്രഭാവലയം പോലെ, എന്തോ ഒരു വലിയ ശക്തി മമ്മൂട്ടിയുടെ കൂടെ ഉള്ളതുപോലെ ഫീൽ ചെയ്തു. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൽ കണ്ടൊരു കമൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കമൻറ്റിലും പറയുന്നത് അയാൾക്കൊരു ചേർത്ത് പിടിക്കൽ ആവശ്യമായിരുന്നു. എന്നാൽ മമ്മൂട്ടി ആ ഒരു ചേർത്ത് പിടിക്കലിനോടൊപ്പം ഒരു സഹോദരൻ്റെ, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്നേഹം കൂടി കൊടുത്തപ്പോൾ വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അപ്പാടെ മാറിക്കളഞ്ഞു, അല്ലെങ്കിൽ വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തന്നെ ആകെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സത്യം അത് തന്നെയല്ലേ? വിനായകനെ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു വിനായകനെ അല്ല ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നത്. കാരണം അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മമ്മൂട്ടിയുടെ ആ ഒരു കടന്നുവരവ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചേർത്ത് പിടിക്കൽ കൊണ്ട് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അത് തന്നെ വിനായകൻ്റെ പല വാക്കുകളിലും അത് പ്രസക്തവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂട്ടി, ഈ മമ്മൂട്ടിയല്ലേ നമ്മുടെ സംഖ്യകളെല്ലാം കൂടി ഒതുക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ, ഒതുങ്ങിയിട്ടൊന്നുമില്ല. കാരണം മമ്മൂട്ടിക്ക് അറിയാം എന്ത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വീഡിയോ അധികം വലിച്ചു നിന്നിട്ടല്ല, മമ്മൂക്കയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും മമ്മൂക്ക എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞതെന്നും ഒക്കെ ഉള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതൊരു കേവലം ചേർത്ത് പിടിക്കൽ മാത്രമല്ല. നമുക്കറിയാം മമ്മൂക്ക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കയുടെ പേര് റിവീൽ ചെയ്ത്, അല്ല മമ്മൂക്കയുടെ പേര് ആരാണോ ഇട്ട് കൊടുത്തത് അയാളെ എല്ലാ ജനങ്ങളുടെയും മുൻപിൽ റിവീൽ ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെയും നമ്മൾ കണ്ടത് ഒരു ചേർത്ത് പിടിക്കലാണ്. ആ ചേർത്ത് പിടിക്കൽ മനുഷ്യൻ്റെ മതമോ നിറമോ മണമോ ഒന്നും നോക്കിയിട്ടായിരിക്കരുത്, ജാതിയോ ഒന്നും നോക്കിയിട്ടായിരിക്കരുത്. മനുഷ്യനാണെന്ന് കണ്ടിട്ട് തൻ്റെ മുൻപിൽ നിൽക്കുന്നതും തന്നെ പോലെ ജീവനുള്ള, തന്നെ പോലെ ഒരേ ശ്വാസമുള്ള, അങ്ങനെ ഒരേ ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ കൂടി ഓടുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക അങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് കൈവിട്ട് കളയാൻ സാധിക്കുക? നമുക്ക് ആ ജനഹൃദയങ്ങളിൽ നിങ്ങൾ അന്നും ഇന്നും എന്നും മെഗാസ്റ്റാർ തന്നെയാണ്. അത് സിനിമയിൽ മാത്രമല്ല, നിങ്ങൾ റിയൽ ലൈഫിലും ഒരു മെഗാസ്റ്റാർ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് 1000 സ്നേഹങ്ങൾ മമ്മൂക്കയ്ക്ക് വാരി വിതറിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.